രവീന്ദ്രനാഥ ടാഗോറും കാസി നസ്രുൽ ഇസ്ലാമും വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ മനുഷ്യത്വത്തിൻ്റെ കവിതകൾ രചിച്ച മണ്ണാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വെട്ടിമുറിക്കാൻ ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെ നെഞ്ചുവിരിച്ച് പ്രതിരോധിച്ച ചരിത്രമാണ് ബംഗാളിൻ്റേത്. എന്നാൽ 2026 മെയ് മാസത്തിലെ ഈ ദിനങ്ങളിൽ കൊൽക്കത്തയുടെ തെരുവുകളിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും നെഞ്ചുലയ്ക്കുന്നതാണ്. നൂറ്റാണ്ടുകളായി പരസ്പരം കൈകോർത്ത് ജീവിച്ച ഒരു ജനതയുടെ ഇടയിലേക്ക് വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും പുതിയൊരു രാഷ്ട്രീയം ഇരച്ചു കയറുകയാണ്. കൽക്കട്ടയുടെ ഹൃദയഭാഗമായ പാർക്ക് സർക്കസിലും രാജബസാറിലും അസൻസോളിലും ഇന്ന് കേൾക്കുന്നത് പ്രാർത്ഥനാനിരതമായ ശബ്ദങ്ങളല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിനായുള്ള ഒരു ജനതയുടെ വിലാപവും ആക്രോശങ്ങളുമാണ്. എന്താണ് പെട്ടെന്ന് ബംഗാളിനെ ഈ തെരുവ് യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത്? വണ്ടിക്കൂലിക്കും അന്നന്നത്തെ ഭക്ഷണത്തിനുമായി റോഡരികിൽ കച്ചവടം നടത്തുന്ന പാവപ്പെട്ടവന്റെ നെഞ്ചിലേക്ക് ബുൾഡോസറുകൾ ഇരച്ചു കയറാൻ കാരണമെന്താണ്? തലമുറകളായി വിശ്വസിച്ചു പോരുന്ന പ്രാർത്ഥനാ സ്വാതന്ത്ര്യത്തിനുമേലും ഭക്ഷണ സ്വാതന്ത്ര്യത്തിനുമേലും പെട്ടെന്ന് വിലക്കുകൾ വീഴുന്നത് എന്തുകൊണ്ടാണ്? അതെ, പശ്ചിമ ബംഗാളിൽ പുതുതായി അധികാരമേറ്റ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പയറ്റി വിജയിച്ച തങ്ങളുടെ പ്രഖ്യാപിത മുസ്ലിം വിരുദ്ധ അജണ്ടകൾ ഓരോന്നായി ഇവിടെയും നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിയമത്തിൻ്റെ കാവലാളാകേണ്ട ഭരണകൂടം തന്നെ ഒരു പ്രത്യേക ജനവിഭാഗത്തെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ ജനാധിപത്യം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത്? നമുക്ക് പരിശോധിക്കാം. സംഭവങ്ങളുടെ തുടക്കം പെട്ടെന്നായിരുന്നില്ല. മെയ് പകുതിയോടെ സർക്കാർ പുറത്തിറക്കിയ 2 പുതിയ നയങ്ങളാണ് ബംഗാളിനെ തെരുവ് യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. പൊതുവഴികളിലും റോഡുകളിലും പ്രാർത്ഥനകൾ നടത്തുന്നത് പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവായിരുന്നു അതിലൊന്ന്. ഇതിന് പിന്നാലെ മുസ്ലിങ്ങളുടെ ഉപജീവനത്തെയും സാംസ്കാരിക ആചാരങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന മൃഗക്കശാപ്പ് നിയന്ത്രണങ്ങളും സർക്കാർ കൊണ്ടുവന്നു. കശാപ്പ് ചെയ്യുന്ന മൃഗങ്ങൾക്ക് പ്രത്യേക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നും പൊതുസ്ഥലങ്ങളിൽ കശാപ്പ് പാടില്ലെന്നുമുള്ള വിജ്ഞാപനം പാരമ്പര്യമായി ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ പ്രതിസന്ധിയിലാക്കി. നിയമലംഘകർക്ക് കടുത്ത തടവ് ശിക്ഷയും പിഴയുമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ച് കൊൽക്കത്തയിലെ പാർക്ക് സർക്കസ് ക്രോസിംഗിൽ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. തങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെതിരെ സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധത്തെ പോലീസ് നേരിട്ടത് അതിക്രൂരമായ ബലപ്രയോഗത്തിലൂടെയാണ്. സമാധാനമായ രീതിയിൽ രാജബസാറിലും പള്ളിയിലെ ഉച്ചഭാഷിണിയുടെ ശബ്ദത്തെ ചൊല്ലി അസൻസോളിലും സംഘർഷങ്ങളുണ്ടായി. പള്ളിയിലെ ഉച്ചഭാഷിണി മാറ്റാൻ പോലീസ് ശ്രമിച്ചതാണ് അസൻസോളിൽ ജനങ്ങളെ അസ്വസ്ഥരാക്കിയത്. ഈ പുതിയ നയങ്ങൾക്കൊപ്പം BJP തങ്ങളുടെ പ്രിയപ്പെട്ട ആയുധമായ ബുൾഡോസറും ബംഗാളിലേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. ഹൗറ സ്റ്റേഷന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ടിൽജാലയിലുമൊക്കെ വർഷങ്ങളായി ജീവിക്കുന്ന പാവപ്പെട്ട തെരുവ് കച്ചവടക്കാരുടെയും ചെറുകിട കട ഉടമകളുടെയും സ്ഥാപനങ്ങളാണ് കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ പേരിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത്. ഈ ദരിദ്രരിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ ക്രൂരതയ്ക്കെതിരെ ശക്തമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ദിവസവേതനക്കാരുടെയും തെരുവ് കച്ചവടക്കാരുടെയും അന്തസ്സിന് നേരെ നടക്കുന്ന ആക്രമണമാണ് ഇതെന്നും മനുഷ്യത്വത്തെക്കാൾ കാഴ്ചശക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ് ബംഗാൾ ഭരിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ ബംഗാളിൽ ഇന്ന് സംഭവിക്കുന്നത് ഒരു പുതിയ കാര്യമല്ല. ഇന്ത്യയിലുടനീളം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമൂഹത്തെ പാർശ്വവൽക്കരിക്കാനും ഭയപ്പെടുത്താനും ഉപയോഗിച്ച അതേ വിദ്വേഷ ഫോർമുല തന്നെയാണ് ഇപ്പോൾ ബംഗാളിലും പയറ്റുന്നത്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ കീഴിൽ നമ്മൾ കണ്ടതാണ് ബുൾഡോസർ രാജ്. ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ കോടതിയെയും നിയമവ്യവസ്ഥയെയും പൂർണ്ണമായി അപ്രസക്തമാക്കി മുസ്ലിങ്ങളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും നിയമവിരുദ്ധമായി നിമിഷ നേരം കൊണ്ട് തകർക്കുന്ന രീതി അവിടെ ഒരു ഭരണകൂട നയമായി മാറിക്കഴിഞ്ഞു. ഡൽഹിയിലെ ജഹാംഗീർപൂരിലും മധ്യപ്രദേശിലെ ഖാർഗോണിലും ഹരിയാനയിലെ നൂഹിലും സമാനമായ രീതിയിൽ സംഘർഷങ്ങൾക്ക് പിന്നാലെ മുസ്ലിങ്ങളുടെ വീടുകൾ മാത്രമായി തെരഞ്ഞുപിടിച്ച് ബുൾഡോസറുകൾ കയറ്റിയിറക്കിയത് രാജ്യം കണ്ടതാണ്. ഭക്ഷണ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റവും BJPയുടെ
പഴയ ആയുധമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കന്നുകാലി കടത്തിന്റെ പേര് പറഞ്ഞ് അഖ്ലാഖ് പെഹ്ലൂഖാൻ തുടങ്ങിയ നിരവധി മുസ്ലിം യുവാക്കളെ ആൾക്കൂട്ട വിചാരണ നടത്തി ക്രൂരമായി കൊലപ്പെടുത്തിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. കർണാടകയിൽ ഹിജാബ് നിരോധനത്തിലൂടെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് മേൽ കത്തിവെച്ചതും, അസമിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മറവിൽ തടങ്കൽ പാളയങ്ങളിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചതും ഇതേ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിരുന്നു. ഉത്തരാഖണ്ഡിൽ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ് തുടങ്ങിയ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മുസ്ലിം വ്യാപാരികളെ കൂട്ടത്തോടെ ആട്ടിയോടിച്ച സംഭവങ്ങളും നാം കണ്ടതാണ്. ഇതിൻ്റെ എല്ലാം പുതിയൊരു പതിപ്പാണ് ഇപ്പോൾ പ്രാർത്ഥനാ നിരോധനത്തിലൂടെയും മൃഗകശാപ്പ് നിയന്ത്രണത്തിലൂടെയും ബംഗാളിലും BJP പരീക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒന്ന് മാത്രമാണ്. ഇത് കേവലം റോഡിലെ നമസ്കാരത്തെ ചൊല്ലിയുള്ള തർക്കമോ മൃഗകശാപ്പിന്റെ സാങ്കേതിക നിയമങ്ങളോ അല്ല. മറിച്ച് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമൂഹത്തെ തങ്ങളുടെ സ്വത്വവും അന്തസ്സും ഉപജീവനവും ഉപേക്ഷിച്ച് ഭയത്തോടെ ജീവിക്കാൻ നിർബന്ധിതരാക്കുന്ന വ്യവസ്ഥാപിത അടിച്ചമർത്തലിൻ്റെ മറ്റൊരധ്യായമാണ്. ഉത്തർപ്രദേശിലും അസമിലും ഡൽഹിയിലും പയറ്റിത്തെളിഞ്ഞ അതേ വിദ്വേഷ രാഷ്ട്രീയമാണ് ഇന്ന് ബംഗാളിൻ്റെ മണ്ണിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രാർത്ഥനാ സ്വാതന്ത്ര്യവും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം നിഷേധിക്കപ്പെടുമ്പോൾ തകരുന്നത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ അടിത്തറയാണ്. ഒരു പള്ളിയുടെ മുകളിലെ ഉച്ചഭാഷിണി താഴ്ത്താനും പാവപ്പെട്ടവന്റെ ചായക്കടയിലേക്ക് ബുൾഡോസർ ഓടിച്ചു കയറ്റാനും കാണിക്കുന്ന ഈ തിടുക്കം ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ അജണ്ടയാണ്. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. അടിച്ചമർത്തലുകൾ കടുക്കുമ്പോൾ പ്രതിരോധത്തിന്റെ ശബ്ദങ്ങളും ഉച്ചത്തിലാകും. മമതാ ബാനർജിയെ പോലുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ പുരോഗതി അളക്കേണ്ടത് അവിടുത്തെ ഏറ്റവും ദുർബലരായ ജനങ്ങളോട് ഭരണകൂടം എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അല്ലാതെ ബുൾഡോസറുകൾ കൊണ്ട് എത്ര ജീവിതങ്ങൾ തകർത്തു എന്നതിനെ കൊണ്ടല്ല. മുസ്ലിം സമൂഹത്തെ നിരന്തരം വേട്ടയാടുകയും അവരെ കുറ്റവാളികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ ഫാസിസ്റ്റ് ഭരണരീതി ഇന്ത്യയുടെ ആത്മാവിന് ഏൽപ്പിക്കുന്ന മുറിവ് ചെറുതൊന്നുമല്ല. വിഭജന രാഷ്ട്രീയത്തിൻ്റെ ഈ കനലുകൾക്കിടയിലും ടാഗോറിൻ്റെയും നസ്രുൽ ഇസ്ലാമിൻ്റെയും ബംഗാൾ ഈ ഫാസിസ്റ്റ് കടന്നാക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്നും തങ്ങളുടെ മതേതര പാരമ്പര്യം എങ്ങനെ കാത്തുസൂക്ഷിക്കുമെന്നും രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. കാരണം ബംഗാളിൻ്റെ ഈ പോരാട്ടം ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ തന്നെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്.